ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ജീവിതം അടിസ്ഥാനപരമായി എന്താണെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് മനസ്സിൽ പലതും സങ്കല്പിച്ച് അതാണ് സത്യമെന്നും അതാണ് തെറ്റെന്നും ഉള്ള ധാരണ വെച്ച് പുലർത്തുന്നത്. നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ ഭാവങ്ങൾ ആവർത്തന സ്വഭാവമുള്ളതാണ്. സന്തോഷവും വിഷാദവും മാറി മാറി വന്നു പോയിക്കൊണ്ടിരിക്കും. ഇതെല്ലാം ഒരുവിധം എല്ലാ മനുഷ്യരും അനുഭവിക്കുന്നതാണ്. ഈ ചക്രം തിരിച്ചിൽ അതിലെല്ലാ മനുഷ്യന്മാരും അകപ്പെടുന്നതുമാണ്. അതുകൊണ്ട് തന്നെ അതിന് കാരണമായി ബാഹ്യമായ പല സംഗതികളും നമ്മൾ കണ്ടെത്തുന്നു എന്നതാണ് വാസ്തവം. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് തൊടുകുറി ശാസ്ത്രത്തെ അനുബന്ധപ്പെടുത്തിയാണ്. അതായത് മനുഷ്യന്മാരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും സുഖങ്ങളും ദുഃഖങ്ങളും വന്നു ചേരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്നാൽ നമ്മൾ അതിനെ നോക്കിക്കാണുന്നത് വ്യത്യസ്തമായ ഭാവത്തിലൂടെയാണ് എന്നത് മാത്രമാണ് ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനിടയുള്ളതും നിങ്ങൾ ഇതുവരെ അനുഭവിച്ചതുമായിട്ടുള്ള പല കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്നും പറയുന്ന പോലെ തന്നെ സ്ക്രീനിൽ തെളിഞ്ഞു വരുന്ന 2 ചിത്രങ്ങളിൽ ഒന്ന് മനസ്സിനെ ആകർഷിച്ച ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ആ ചിത്രത്തിന് പിന്നിൽ നിങ്ങളുടെ ഫലങ്ങൾ, തൊടുകുറി ഫലങ്ങൾ ഒളിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ വിശ്വാസമുള്ളവർ മാത്രം വീഡിയോ കേൾക്കുക, കാണുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരുപാട് വസ്തുതകൾ ഇതിൽ ചിലപ്പോൾ ഉണ്ടായേക്കാം. ഒന്നാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തേക്കാൾ ഇരട്ടി സങ്കടകരമായ കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകം വിഷമത്തോടെ എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വിഷമതകൾ തന്നത് നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ തന്നെയാണ് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ നിങ്ങൾ ആത്മാർത്ഥത എവിടെയാണോ കാണിച്ചത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആരെയാണോ അവരാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ നൽകിയിട്ടുള്ളത്. നിങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് നിങ്ങൾ വളരെയധികം ക്ഷമാശീലമുള്ളവരാണ്. മറ്റുള്ളവർ എത്ര തന്നെ നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാലും ക്ഷമയുടെ നെല്ലിപ്പലക വരെ നിങ്ങൾ ക്ഷമിക്കാൻ ശ്രമിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ വലിയൊരു പൊട്ടിത്തെറിയാണ് ഉണ്ടാവുക. ലക്ഷ്യബോധം വളരെയധികമുള്ള വ്യക്തികളാണ് നിങ്ങൾ. അതായത് ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് അത് നേടണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എത്ര വലിയ പ്രതിസന്ധികൾ തരണം ചെയ്തായാലും നിങ്ങളത് നേടാൻ ആയിട്ട് ആത്മാർത്ഥമായി പരിശ്രമിക്കും എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് വളരെ കഠിനമായി തോന്നുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കാറുണ്ട് എന്നതാണ് മറ്റൊരു സവിശേഷത. കായികപരമായും കലാപരമായും ശോഭിക്കാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ. ഒരു പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കാറില്ല എന്നതാണ് വാസ്തവം. അല്ലെങ്കിൽ സാഹചര്യം കൊണ്ട് നിങ്ങൾക്കത് പുറത്തെടുക്കാൻ കഴിയാത്തതായിട്ടുള്ളവരായിരിക്കാം നിങ്ങൾ. അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ വ്യക്തിത്വമാണ് നിങ്ങളുടേത്. കുടുംബക്കാരോ സുഹൃത്തുക്കളോ അങ്ങനെ ആരുമായിരിക്കാം, അവർ എന്തു ചോദിച്ചാലും അവർക്ക് എന്തിനു വേണ്ടിയും നിങ്ങൾ എന്തും നഷ്ടപ്പെടുത്താൻ തയ്യാറുള്ളവരാണ്. നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള ഉപകാരങ്ങൾക്ക് പ്രതിഫലമായി ഒരു സഹായമോ അതുമല്ലെങ്കിൽ ഒരു നന്ദി വാക്കുപോലും നിങ്ങൾക്ക് ലഭിക്കാറില്ല എന്നതാണ് വിഷമകരമായ മറ്റൊരു വസ്തുത. ചെറുപ്പകാലം മുതൽ ഒരു ഒറ്റപ്പെടൽ സഹിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. വേണ്ടപ്പെട്ടവർ പോലും പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തിപ്പോയ അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട്. എത്ര പ്രയാസങ്ങളുള്ളവരാണെങ്കിലും അത് മറ്റുള്ളവരോട് പങ്കിടുവാൻ ഒട്ടും താല്പര്യപ്പെടാത്തവരാണ് നിങ്ങൾ. അതായത് പുറമേ നിന്ന് കാണുന്നവർക്ക് നിങ്ങളുടെ സന്തോഷങ്ങൾ മാത്രമായിരിക്കും കാണുക. നിങ്ങളുടെ ജീവിതം എപ്പോഴും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആണെന്ന് മറ്റുള്ളവർ കരുതുന്ന തരത്തിലായിരിക്കും നിങ്ങളുടെ ഒരു ജീവിത രീതി എന്ന് പറയുന്നത്. സന്തോഷങ്ങൾ മാത്രം മറ്റുള്ളവരുമായി പങ്കിട്ട് വിഷമം ഉള്ളിലൊതുക്കുന്നവരാണ് നിങ്ങൾ. ശത്രുക്കളും സുഹൃത്തുക്കളും ഒരുപോലെ ഉള്ളവരാണ് നിങ്ങൾ. നിങ്ങളുടെ ചെറിയ വളർച്ചയിൽ പോലും അസൂയാലുക്കളായിരിക്കും ഭൂരിഭാഗം നിങ്ങളുടെ സുഹൃത്തുക്കളായി വരുന്നവർ. അതുകൊണ്ട് തന്നെ ഇത്തരം സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ശത്രുക്കളായി വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഏത് ബന്ധത്തിലാണെങ്കിലും ആളുകളെ പൂർണ്ണമായും മനസ്സിലാക്കിയ ശേഷമായിരിക്കണം നിങ്ങൾ അവരെ വിശ്വസിക്കേണ്ടത്.
ജീവിതത്തിലെ പല ഘട്ടത്തിലും പലതരത്തിലുള്ള മാനസിക പ്രയാസങ്ങൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഈശ്വരൻ്റെ കടാക്ഷമുള്ളതുകൊണ്ട് മാത്രം തീർച്ചയായും നിങ്ങൾ വളരെയധികം തളർന്നു വീഴുന്ന അവസരങ്ങളിലും അല്ലെങ്കിൽ അത്തരം ഇടങ്ങളിൽ നിന്നൊക്കെ നിങ്ങളെ ഭഗവാൻ താങ്ങി നിർത്തിയിട്ടുണ്ട്. നിങ്ങൾ പോലും മനസ്സിൽ വിചാരിക്കാത്ത വസ്തുതകൾക്ക് നിങ്ങൾക്ക് ഒരുപാട് പഴി കേൾക്കേണ്ടതായി വന്നിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ വരാൻ സാധ്യതയുള്ള പല അപകടങ്ങളിൽ നിന്നും നിങ്ങളെ പലപ്പോഴും കര കയറ്റിയിട്ടുമുണ്ട് ഭഗവാൻ. അതുകൊണ്ട് തന്നെ ഏത് കാര്യം ആഗ്രഹിച്ചാലും, ഏത് കാര്യം ചെയ്യാനായി ആഗ്രഹിച്ചാലും കുറച്ച് സമയമെടുത്താലും അതിൽ നിങ്ങൾ എത്തിച്ചേരുന്നതാണ്. ഇതാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലങ്ങൾ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. നിങ്ങൾ നിങ്ങളുടെ സ്നേഹത്തിന് വളരെയധികം വില കൊടുക്കുന്ന വ്യക്തികളാണ്. പണത്തിൻ്റെ മുകളിൽ സ്നേഹമാണ് എന്നുള്ള വസ്തുതയാണ് നിങ്ങളുടെ ഒരു മനോഭാവം എന്ന് പറയുന്നത്. നിങ്ങൾ ഏത് കാര്യമെടുത്താലും അതെല്ലാം ആത്മാർത്ഥ മനോഭാവത്തോടെ കാര്യങ്ങളെ വീക്ഷിക്കുന്നവരായിരിക്കും എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. നിങ്ങൾ എത്ര വലിയ രഹസ്യമായാലും നിങ്ങളെ വിശ്വസിച്ച് അത് ഷെയർ ചെയ്യാവുന്നതാണ്. ബന്ധത്തിൻ്റെ ദൃഢത കാത്തു സൂക്ഷിക്കാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ വഞ്ചനയുടെ മുഖം ഒരിക്കലും നിങ്ങളിൽ കാണാൻ സാധിക്കില്ല. അതിനാൽ തന്നെ തിരിച്ചും നിങ്ങൾ ഇത്രയും സ്നേഹത്തോടെ മറ്റുള്ളവരോട് പെരുമാറുന്നത് കൊണ്ട് തന്നെ തിരിച്ചു നിങ്ങൾക്കും ഇതുപോലെയുള്ള ആത്മാർത്ഥ പെരുമാറ്റം വേണമെന്ന് വാശി കൂടുതലുള്ള കൂട്ടത്തിലാണ് നിങ്ങൾ. ഒരാളോട് ഒരിക്കൽ എന്തെങ്കിലും അനിഷ്ടമോ ഇഷ്ടക്കേടോ തോന്നിയാൽ പിന്നെ ഒരിക്കലും അവരുമായി ആത്മാർത്ഥമായൊരു നല്ല ബന്ധം പുലർത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കാറില്ല. പ്രണയിക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വങ്ങളാണ് നിങ്ങൾ. ജീവിതത്തിൽ ഒരുപക്ഷെ ഉയർന്ന പദവിയിലിരിക്കേണ്ട ഒരാളായിരുന്നു നിങ്ങൾ. എങ്കിലും നിർഭാഗ്യവശാൽ വളരെയധികം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിങ്ങളെ ഇപ്പോഴും പിന്തുടരുന്നുണ്ട്. ഇതിൽ നിന്ന് എങ്ങനെ മോചനം നേടും എന്നതാണ് നിങ്ങൾ എപ്പോഴും ആലോചിച്ച് വിഷമിക്കുന്നത്. മറ്റുള്ളവർക്ക് മുന്നിൽ നിങ്ങൾക്ക് ഒരുപാട് തവണ കോമാളി വേഷം കെട്ടേണ്ടതായി വന്നിട്ടുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി ഇടപെട്ട് പല ദുഷ്പേരുകളും നിങ്ങൾക്ക് പല സന്ദർഭങ്ങളിൽ കേൾക്കേണ്ടതായും വന്നിട്ടുണ്ട്. മക്കളെ കൊണ്ട് ചെറിയ രീതിയിലൊരു മനസമാധാനക്കുറവ് നിങ്ങളെ അലട്ടുന്നുണ്ട്. അതൊരു പക്ഷേ അവരുടെ വിദ്യാഭ്യാസപരമായ കാര്യം കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ വിവാഹ സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം, അതുമല്ലെങ്കിൽ അവരുടെ ജീവിത പ്രയാസങ്ങൾ കാണുന്നത് കൊണ്ടായിരിക്കാം. എന്തു തന്നെ ആയാലും നിങ്ങളുടെ മനസ്സ് ഇതോർത്ത് വളരെയധികം സങ്കടപ്പെടുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും വളരെയധികം വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെയധികം ആലോചിച്ച് എടുക്കുക. എടുത്തുചാടി ഒന്നിനും മുതിരരുത്. നന്മ ഉണ്ടാകാനുള്ള എല്ലാ വഴികളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഈശ്വര സാന്നിധ്യം നല്ല പോലെ ഉള്ളത് കൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ നിങ്ങളിലേക്ക് അതൊക്കെ എത്തിച്ചേരുന്നതാണ്. ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം നിങ്ങൾക്ക് പലപ്പോഴും പലരിൽ നിന്നും കിട്ടാറില്ല എന്നതാണ് മറ്റൊരു സത്യം. എന്നാൽ ആ നന്മയെ തടസ്സപ്പെടുത്തുന്ന പല ദുരനുഭവങ്ങളും നേരിടാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ സകല പ്രതിസന്ധികളും മാറും. മറ്റുള്ളവർ തരാനുള്ള പണം എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. വാഹന സംബന്ധമായ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ആ ആഗ്രഹം കുറച്ചു കാലം താമസം എടുക്കുമെങ്കിലും നിറവേറാൻ പോകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള തുടക്കങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. കേസുകളിൽ ഒക്കെ പെട്ടുപോകാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. സാമ്പത്തിക പ്രയാസങ്ങൾ വളരെയധികം കൂടുവാനുള്ള സാധ്യതയും കാണുന്നു. ഈശ്വര ചിന്തയോടെ ഭഗവാനെ മുറുകെ പിടിച്ച് ജീവിക്കുക. ഇതൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന അവസ്ഥകൾ എന്ന് പറയുന്നത്. നിരാശപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. ചുറ്റുമുള്ളവർക്ക് ഒരു പ്രയാസം വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തേക്കാൾ മറ്റുള്ളവരുടെ പ്രയാസങ്ങൾക്ക് നിങ്ങൾ മുൻതൂക്കം കൊടുക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ മറന്നു പോകുന്നു എന്നതും കൂടി എടുത്തു പറയേണ്ടതാണ്. പണം നൽകിക്കൊണ്ട് ഒരു സ്നേഹവും സമ്പാദിക്കാൻ ശ്രമിക്കരുത്. കരുതലോടെ മുന്നോട്ട് പോവുക. ഇത്രയുമാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ